നമസ്കാരം. കേരളത്തിലിപ്പോൾ NSSന്റെ ചില നിലപാടുകൾ ഇങ്ങനെ വരുമ്പോൾ, അതായത് CPM-നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിലപാട് വരുമ്പോഴും ഇപ്പോൾ ആശങ്ക ശരിക്കും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണ്. അപ്പോൾ NSS നിലപാട് മാറ്റിയേ തീരൂ, അല്ലെങ്കിൽ NSSന്റെ നിലപാടിൽ നിന്നും NSSനെ പിന്തിരിപ്പിച്ചേ മതിയാവൂ. കാരണം NSSന്റെ ഒരു പിന്തുണ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ NSSന്റെ മാത്രമല്ല സമുദായ സംഘടനകളുടെ ഒരു ശക്തമായ പിന്തുണ ഇല്ല എങ്കിൽ ഒരുപക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വലിയ ഒരു പ്രതിസന്ധിയിലായിരിക്കും അവസാനിക്കുക എന്നുള്ള ഒരു വലിയ ആശങ്ക അവർക്കിടയിൽ പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് പറ്റാവുന്നിടത്തോളം ആൾക്കാരുടെ, അതായത് ഇതുവരെ ഉപേക്ഷിച്ച് തഴഞ്ഞു നിർത്തിയിരുന്ന പലരുടെയും കാല് പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. അതായത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം കനത്ത തിരിച്ചടി തന്നെ കോൺഗ്രസിന് നേരിടേണ്ടി വരും എന്നുള്ള ഭയത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. കാര്യം ഇത് തെരഞ്ഞെടുപ്പിലെ പ്രതിഫലിക്കും, ഉറപ്പാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടെ NSS എടുക്കുന്ന ഏത് തീരുമാനമാണെങ്കിലും, ഇപ്പം നമുക്കറിയാം എന്തുകൊണ്ട് NSS അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അപ്പം NSS എന്തുകൊണ്ട് തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM സുരക്ഷിതമായൊരു നിലയിലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായൊരു നിലയിലാണ്. അവർക്കൊരു തുടർഭരണത്തിലേക്ക് എത്താൻ വലിയ കാലതാമസമൊന്നുമില്ല. എന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയാകട്ടെ പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ മുങ്ങി നിവരാൻ പോലും കഴിയാൻ പറ്റാതെ കിടക്കുന്ന ഒരു സംഘടനയായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ NSSന് അത്രത്തോളം വിശ്വാസം സർക്കാരിലുണ്ട്. കാരണം ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി അവിടെ സംഘടിപ്പിക്കാൻ ഈ പറയുന്ന വൈകിയ വേളയിലെങ്കിലും നമുക്ക് പറയേണ്ടി വരും, വൈകിയ വേളയിലെങ്കിലും അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അവിടുത്തെ കൃത്യമായി പഠനം നടത്തി അവിടെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നതടക്കം അതിൻ്റെ സമൂലമായ ഒരു വികസനത്തിന് ആവശ്യമായ ഒരു വലിയ പദ്ധതി എന്നുള്ള നിലയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ ആഗോള അയ്യപ്പ സംഗമം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇങ്ങനെ നടത്തിയത്. അപ്പോൾ അതും കൂടി ആയപ്പോൾ NSSനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിശ്വസനീയമായ ഒരു സംഘടനയായി ഇടതുപക്ഷം മാറി എന്നുള്ള LDF മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതുമാത്രമല്ല, NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത്, അതായത് രോഗബാധിതനായിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാനെത്തുകയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചില ഉറപ്പുകളൊക്കെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, എങ്ങനെ അതിലേക്ക് എത്തി എന്നൊരു വലിയ ഒരു ചോദ്യം കിടപ്പുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം KB ഗണേഷ് കുമാർ മിക്കപ്പോഴും NSSന്റെ ഒരു വലിയ പ്രവർത്തകൻ തന്നെയാണ്. അദ്ദേഹം NSSുമായി വളരെ അടുത്ത ബന്ധം, പെരുന്നയുമായി വലിയ അടുത്തൊരു ബന്ധവും സുകുമാരൻ നായരുമായിട്ടൊക്കെ വലിയ ഒരു സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് KB ഗണേഷ് കുമാർ. അപ്പോൾ സ്വാഭാവികമായും KB ഗണേഷ് കുമാർ വഴി അവിടേക്കൊരു പാലം ഇട്ടതാണോ എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. സംശയങ്ങളെന്തും ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടായി, UDFുമായി അങ്ങനെ ഒരു കോംപ്രമൈസിന് തയ്യാറാകാത്ത നിലയിലേക്ക് സമദൂരം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും NSS അവരുടേതായ നിലപാട് പ്രഖ്യാപിച്ച മട്ട് തന്നെയാണ്. കാര്യം ഒന്ന് ആലോചിച്ചാൽ, അവിടെ നാമജപ പ്രതിഷേധ യാത്രയുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായ കേസുകളൊക്കെ പിൻവലിക്കാൻ സർക്കാർ ഒരുക്കമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകളൊക്കെ പിൻവലിക്കാം എന്നതടക്കമുള്ള ഉറപ്പുകൾ ഒരുപക്ഷെ G സുകുമാരൻ നായർക്ക് കൊടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട് എന്ന തരത്തിലേക്ക് സുകുമാരൻ നായർ പ്രസ്താവന ഇറക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ, അതായത് ഇപ്പം പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടില്ല, ഞങ്ങൾ എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണ്, ഞങ്ങൾ പക്ഷേ തീവ്ര വർഗീയതയെ മാത്രമാണ് ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളൊരു മതേതര പാർട്ടിയാണ്, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം VD സതീശനാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നത് എന്തിനു വേണ്ടിയാണ് നമുക്കറിയാം. അതായത് NSSനെ എങ്ങനെയെങ്കിലും തഴുകി ഒപ്പം നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് VD സതീശൻ അടക്കമുള്ള ആൾക്കാർ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുക. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പടപൊരുതിയത് എന്നൊക്കെ പറയുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അതായത് കോൺഗ്രസ് കൃത്യമായി ഒരു കള്ളക്കളി കളിക്കുന്നു എന്നുള്ള ഒരു ശക്തമായ ഒരു ആരോപണം ഇവർക്ക് ഇടയിൽ തന്നെയുണ്ട്, NSSന് തന്നെയുണ്ട്. അപ്പം CPM-നെ വിശ്വസിക്കാം, കോൺഗ്രസ് ഇവിടെ കള്ളക്കളി കളിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതിയുമുണ്ട്. അതേസമയം VD സതീശൻ കുറച്ച് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന VD സതീശൻ്റെ ആ ഒരു സാമുദായിക സംഘടനയുമായിട്ടുള്ള ആ അടുപ്പം, അല്ലെങ്കിൽ NSSുമായിട്ടുള്ള അടുപ്പം VD സതീശൻ പൊതുവെ കുറച്ച് വെച്ചിരിക്കുക. VD സതീശൻ ചിന്തിച്ചെന്താണ്, ഞങ്ങളുടെ പ്രവർത്തനം കണ്ട് ഞങ്ങൾ ഉള്ളത് കൊണ്ട് VD സതീശൻ എന്ന് പറയുന്ന ഒറ്റ ആൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ സമുദായം എന്നൊരു വലിയ സമുദായ സമവാക്യങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല, ഞങ്ങൾക്കുള്ള വോട്ടുകളെല്ലാം ഞങ്ങൾക്ക് കൃത്യമായി ഇവിടേക്ക് എത്തും എന്നുള്ളൊരു ധാരണ അക്ഷരാർത്ഥത്തിൽ VD സതീശൻ ഉണ്ടായിരുന്നു.
പക്ഷേ ആ ധാരണയൊക്കെ വി ഡി സതീശൻ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനുള്ള ചർച്ചകളൊക്കെ നടത്തണം എന്നുള്ളൊരു നീക്കത്തിൽ തന്നെ. അതുകൊണ്ട് വി ഡി സതീശൻ പലപ്പോഴും ഒരു എന്താ പറയുക, NSSനെ പോലുള്ള സമുദായ സംഘടനകളെ വേദനിപ്പിക്കാതെ സംസാരിക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം പുലയാട്ടാണ് വി ഡി സതീശനെതിരായി SNDP യോഗത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. എന്നിട്ട് ആ വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായ ഭാഷയിൽ മറുപടി കൊടുക്കാൻ എപ്പോഴെങ്കിലും വി ഡി സതീശൻ തയ്യാറായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം ഇതൊക്കെ ആവശ്യമായ ഒരു കാര്യമാണ് എന്ന് വി ഡി സതീശൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ വി ഡി സതീശനെ ആ ഏരിയയിലേക്ക് അടുപ്പിക്കാത്ത നിലപാടാണ് NSS എടുത്തിരിക്കുന്നത്. കാര്യം വി ഡി സതീശനെ എന്ന് മാത്രമല്ല, ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പോലും ഒരു വർഗീയ കക്ഷിയായിരുന്നു സുരേഷ് ഗോപിക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയില്ലേ? ആ ഒരു സാഹചര്യമൊക്കെ സത്യത്തിൽ ഒരു മതേതര മനോഭാവത്തോടു കൂടി തന്നെയാണ് NSS പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് ഒരു തീവ്ര വർഗീയവാദികളെയൊന്നും NSSന്റെ 7 അയലത്ത് അടുപ്പിക്കാത്ത ഒരു മഹാരഥനാണ് ജി സുകുമാരൻ നായർ എന്ന തരത്തിൽ പിന്നെ വി ഡി സതീശൻ പല പ്രസ്താവനകളും നടത്തുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു സിദ്ധാന്തം അങ്ങോട്ട് മാറ്റിവെച്ച് ഇപ്പോഴും വി ഡി സതീശൻ ഉറച്ചു വിശ്വസിക്കുന്ന സമദൂര സിദ്ധാന്തമുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ഇവർ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം വി ഡി സതീശനെ എങ്ങനെയെങ്കിലും NSSനെ ഒന്ന് സൂചിപ്പിക്കുക, അതായത് NSSന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഒരു അനുനയ നീക്കം നടത്തിക്കൊണ്ട് NSSനെ പഴയതുപോലെ UDFന്റെ ഭാഗമാക്കി അല്ലെങ്കിൽ UDFന്റെ ഒരു വോട്ട് ബാങ്കാക്കി നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഭഗീരഥ പ്രയത്നമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, വി ഡി സതീശന് അത്രത്തോളം ചെയ്യണം, അല്ലെങ്കിൽ വി ഡി സതീശന് വേണമെങ്കിൽ വേണ്ട എന്ന് കരുതാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ താൻ തന്നെ ആയിരിക്കും UDFനെ നയിക്കുക എന്നുള്ളൊരു തോന്നൽ വി ഡി സതീശന് ഇപ്പോൾ തന്നെയുണ്ട്. ഞാൻ തന്നെ ആയിരിക്കും നയിക്കാൻ പോകുന്നത്. തന്നെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ അപവാദ പ്രചരണങ്ങൾ നടത്തിയിരുന്നാലും ശരി, ഞാൻ തന്നെ ഇതിന് മുന്നിൽ നിന്നുകൊണ്ട് UDFനെ നയിക്കും. കാരണം അടുത്ത മുഖ്യമന്ത്രി താനാണല്ലോ. അപ്പം ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരാളെ ലീഡ് ചെയ്തുകൊണ്ടായിരിക്കും എപ്പോഴും ഒരു മുന്നണി മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ ആ മുന്നണി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വി ഡി സതീശൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന NSSന്റെ ഇപ്പോഴത്തെ ആ ഒരു സിദ്ധാന്തത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടുള്ള ആ ചായ്വിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പഴയ വി ഡി സതീശനാണെങ്കിൽ പറഞ്ഞതന്നെ, പോയി വേറെ പണി നോക്കാൻ വി ഡി സതീശൻ പറഞ്ഞതന്നെ. ആ PV അൻവറിനോട് പറയാമെങ്കിൽ എന്തുകൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും PV അൻവറിനോട് അങ്ങനെ പറയാമെങ്കിൽ എന്തുകൊണ്ട് NSSനോട് പറയാൻ കഴിയില്ല എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ടല്ലോ. പക്ഷേ വേറെ കാര്യമുണ്ട്, PV അൻവറിനെ പോലെയല്ല NSS എന്നുള്ളത് മറ്റൊരു വശത്ത് നിൽക്കുന്നു. എന്നാലും അങ്ങനെ ഒരു അവിടെയാണ് നിലപാട് എന്ന് പറയുന്നത്. PV അൻവറിനോട് അങ്ങനെ പറഞ്ഞു, NSSനോടും വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വി ഡി സതീശന് പറയാം. പക്ഷേ അതിനുള്ള ഒരു ചങ്കൂറ്റം ഇപ്പോൾ വി ഡി സതീശൻ ഇല്ല. എന്നുവെച്ചാൽ ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശൻ. അപ്പം ഇനിയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനി ആരെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരെ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഈ NSSുമായി ഒരു ചർച്ചയ്ക്ക് മുന്നിട്ടിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശനെ കൊള്ളുകയില്ല അക്കാര്യത്തിൽ. NSSുകാർ ആ പെരുന്നയിലോട്ട് കയറ്റത്തില്ല. വി ഡി സതീശൻ്റെ കാറ് കയറി വരുമ്പോൾ പൊക്കോളം പറയും. അതേ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ വി ഡി സതീശൻ ഒരിക്കൽ പോലും അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ കഴിയില്ല. അത് അങ്ങനെ ഒരു പോയിന്റ് നീങ്ങും. അപ്പോൾ അടുത്താണ് രമേശ് ചെന്നിത്തല. അപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രമേശ് ചെന്നിത്തല NSSന്റെ മകനാണ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വളർത്തുമകനാണ് രമേശ് ചെന്നിത്തല, NSSന്റെ പുത്രനാണ്, ദത്തുപുത്രനാണ് എന്നൊക്കെ ഒരുപാട് പിന്നെ എന്താ പറയുക സവിശേഷതകളുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ഒരു കാലഘട്ടത്തിലും സമുദായ നേതാക്കന്മാരെ പിണക്കാനോ സമുദായ നേതാക്കന്മാരുമായി ഒരു കൊമ്പ് കോർക്കലിനോ ഒന്നും ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ NSSന് ഇപ്പോഴും രമേശ് ചെന്നിത്തല ഒരു അടുപ്പമുണ്ട്. കാര്യം അദ്ദേഹം ചെന്നിത്തല സ്വദേശി, മാവേലിക്കര സ്വദേശി, ചെന്നിത്തല സ്വദേശി ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹബന്ധം ഇപ്പോഴും NSSുമായി രമേശ് ചെന്നിത്തല കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും തുടർന്ന് NSSന്റെ ഈ നിലപാട് മാറ്റത്തിനായി ചർച്ചകൾക്കായി മിക്കവാറും നിയോഗിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു ചർച്ച വന്നു കഴിഞ്ഞു. അതായത് സമുദായ സംഘടനകളെ നിലയ്ക്ക് നിർത്തിക്കൊണ്ടു പോകുന്നതിനും സമുദായ സംഘടനകളെ ഒപ്പം പിടിച്ചു നിർത്തുന്നതിനും രമേശ് ചെന്നിത്തലയ്ക്കുള്ള കഴിവ് വി ഡി സതീശൻ ഇല്ല എന്ന തരത്തിൽ ആ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചരണം പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ അഫക്റ്റ് ചെയ്യാം. മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ സി വേണുഗോപാലും NSSുമായി നല്ല അടുപ്പത്തിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ അങ്ങനെ പ്രധാനമായി രണ്ട് നേതാക്കന്മാരാണ് ഇപ്പോൾ NSSുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ശശി തരൂരിനോട് NSSന് വല്ലാത്ത മമതയുണ്ട്. പക്ഷേ ഇപ്പോൾ ശശി തരൂർ നരേന്ദ്രമോദിയെയും നമ്മുടെ NDA സർക്കാരിനെയും ഒക്കെ ഇങ്ങനെ എടുത്തുയർത്തിക്കൊണ്ട് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ കോൺഗ്രസ്സിലെ ഇപ്പോഴുള്ള ആ ഒരു പ്രശ്നം, ഈ സാമുദായിക പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെന്ന് ശശി തരൂരിനോട് ഒന്ന് വരുമോ, NSSുമായിട്ടൊരു ചർച്ചയ്ക്കിരിക്കാനാണ് എന്ന് പറഞ്ഞാൽ ശശി തരൂർ സമ്മതിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. പ്രത്യേകിച്ച് വി ഡി സതീശനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ. തന്നെയുമല്ല, കേരളത്തിൽ ഇനിയിപ്പോൾ ഒരു കോൺഗ്രസ് സർക്കാർ വരണമെന്നൊന്നും ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാളാണ് ശശി തരൂർ.
ഇവിടെ ഇവിടെ സർക്കാർ വരുന്നതുകൊണ്ട് എന്താണ് ശശി തരൂരിന് നേട്ടം എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മോദി സ്തുതിയായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ ശശി തരൂരും ഇവിടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ട രണ്ട് നേതാക്കന്മാരാണ്, അതായത് രമേശ് ചെന്നിത്തലയും ഒന്ന് കെ സി വേണുഗോപാലും. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ തന്നെ വി ഡി സതീശനെതിരെ വീണ്ടും ഒരു ഒതുക്കൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു പേരിൽ തന്നെ. കാരണം എന്താ, വി ഡി സതീശനെ ഇതിനൊന്നും കൊള്ളാത്ത ഒരു നേതാവാണ്. കാര്യം സമുദായ നേതാക്കന്മാരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒപ്പം നിർത്താൻ കഴിവില്ലാത്ത, ഒട്ടും എബിലിറ്റി ഇല്ലാത്ത ഒരു നേതാവാണ്. അപ്പോൾ സമുദായ നേതാക്കന്മാരെ ഒരുമിച്ച് തങ്ങളോട് UDF-നോട് മുന്നണിയോട് ചേർത്ത് നിർത്താൻ കഴിയാത്ത വി ഡി സതീശൻ എങ്ങനെ ഈ വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളെ, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ നേരം എങ്ങനെ UDF-ന്റെ ഒരു മുഖമായി നിന്നുകൊണ്ട് നയിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തർക്കവും ഇപ്പോൾ അതിനുള്ളിൽ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇനി വലിയ പ്രാധാന്യമൊന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കിട്ടാൻ സാധ്യതയില്ല. വി ഡി സതീശൻ്റെ കഴിവുകൊണ്ട് ജയിച്ചു എന്നോ വി ഡി സതീശൻ ഇസം ഇവിടെ ഉണ്ടെന്നോ ഒന്നും പറഞ്ഞ് അവിടെ നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയില്ല. ഇതാണ് കൃത്യമായി പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ രമേശ് ചെന്നിത്തല കോർട്ടിലേക്ക് കൃത്യമായി ബോൾ എത്തിയ ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല ഇറങ്ങുന്നു, NSS-മായി സംസാരിക്കുന്നു, കൂടിക്കാഴ്ചകൾ പലതും നടക്കുന്നു, അതിനോടൊപ്പം കെ സി വേണുഗോപാൽ വരുന്നു. അപ്പോൾ ഇനി അടുത്ത UDF-നെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരേ ഒരാൾ രമേശ് ചെന്നിത്തല എന്നൊരു പേര് അവിടെ വന്ന് വീഴുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു പേര് വന്നു കഴിയുമ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാര് എന്ന് കോൺഗ്രസ്സിലുള്ള ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, ആരാണ്? രമേശ് ചെന്നിത്തല തന്നെയാണ്. കാരണം എന്താണ്, രമേശ് ചെന്നിത്തലയാണല്ലോ ഇത്രയും വലിയ ഒരു കെടുതിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയെ എടുത്തുയർത്തി മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന ഒരു വലിയ ഒരു ക്രെഡിറ്റ് രമേശ് ചെന്നിത്തലയ്ക്ക് നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു നിലപാട് വരുമ്പോൾ, അല്ലെങ്കിൽ NSS-ന്റെ ഈ ഒരു നിലപാട് കോൺഗ്രസിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക്, അതായത് കാരണം ഇവരെല്ലാവരും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ സി വേണുഗോപാലാണെങ്കിലും ഇനി അടൂർ പ്രകാശ് ആണെങ്കിൽ പോലും അതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇവിടെ NSS-മായി ആരാണോ സന്ധി ചെയ്യുന്നതും NSS-നെ പഴയ ആ ഒരു രീതിയിലേക്ക് സമദൂരം എന്നുള്ളത് ആ ഒരു സിദ്ധാന്തത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും എന്നുള്ളതാണ് ഇനി കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആര് ചെയ്യുന്നു അവരായിരിക്കും UDF-നെ നയിക്കാൻ യോഗ്യൻ എന്ന് വിധി എഴുതുകയും ചെയ്യും. ഇത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോവുകയും ചെയ്യും. വീണ്ടും ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയാണ്. ഇവിടെ ഇത്രയും നാൾ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിനെ ചൊല്ലിയായിരുന്നു സ്പ്ലിറ്റ് എങ്കിൽ ഇനി NSS-നെ കൊണ്ടുവന്ന ആരാണെന്നും ഇനി UDF-നെ നയിക്കേണ്ടത് ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും ഇവിടെ വലിയ തോതിലൊരു ചർച്ചയ്ക്കും വലിയ തോതിലൊരു തർക്കത്തിനുമൊക്കെ വഴിമരുന്ന് ഇടാനും ഈ ഒരു തർക്കം കാരണമായി തീരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതായത് ഇതുവരെ അപ്രസക്തനായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ജയിച്ചു കയറാൻ ഒരു അവസരം വന്നിരിക്കുന്നു. കെ സി വേണുഗോപാലിന് ഇവിടേക്ക് നുഴഞ്ഞു കയറാൻ മറ്റൊരു അവസരം കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ 3 പേരിൽ, അതായത് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഇങ്ങനെ 3 പേരിൽ ആരാണ് മികച്ച പാർലമെൻറ്റേറിയൻ അല്ലെങ്കിൽ മികച്ച സംഘാടകൻ എന്ന് തെളിയിക്കപ്പെടാനുള്ള ശരിക്കും പറഞ്ഞാൽ നല്ല ഒന്നാന്തര ഒരു മത്സരമാണ് ഇനിയിപ്പോൾ NSS-ന്റെ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കാൻ പോകുന്നതെന്ന് ചുരുക്കം.